ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഒത്തിരി നാളായി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ബേസിക്കലി മടിയാണ്. ഞാൻ ഭയങ്കര മടിച്ചയാണ്. ഒരു ഫ്ലോയിൽ ഇങ്ങനെ വന്ന് തുടങ്ങിയതായിരുന്നു എൻ്റെ വീഡിയോസൊക്കെ. പിന്നെ എനിക്ക് പെട്ടെന്ന് മടിയായി. പിന്നെ കുറച്ച് ബ്രേക്ക് വന്നു. എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ വലിയ പാടാണ്, മടിയാണ്. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ കമ്പനിയിൽ പോയി ഒരു 15 മണിക്കൂർ ഓളം എനിക്ക് ചില ദിവസങ്ങളിൽ വർക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വർക്കില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ വീട്ടിൽ കിടന്ന് ഫുൾ ഉറക്കം. പിന്നെ എന്തെങ്കിലും കുക്ക് ചെയ്യും, അങ്ങനെയൊക്കെ മടിയാവും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് കുറേ ഗ്യാപ്പൊക്കെ വരുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഞാനൊരു 4-5 ദിവസമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന വീഡിയോ ആണ്. അതിൻ്റെ കാരണം ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വേക്കൻസീൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് ഒരു ചേട്ടൻ എനിക്ക് മെയിൽ അയച്ചു. പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് മെയിൽ അയച്ചു, എനിക്ക് മെസ്സേജ് ഇട്ടു. ആ ചേട്ടൻ പുള്ളിക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ആ വേക്കൻസിക്ക് പുള്ളി ഫിറ്റ് ആണെന്ന് CV കണ്ടപ്പോൾ എനിക്ക് തോന്നി. അപ്പം ഞാൻ ആ പുള്ളിയോട് കോൺടാക്ട് ചെയ്തു. ഞാൻ ഇവിടുത്തെ ഏജൻറ്റായിട്ട് ഞാൻ മുട്ടിച്ചു കൊടുത്തു. അങ്ങനെ ആ ചേട്ടൻ ഇപ്പോൾ ഇവിടെ വന്നു. ഞാനത് കുറച്ച് മുന്നത്തെ വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ ഇവിടെ വന്നു, പുള്ളി ഇപ്പോൾ ജോലിക്ക് കയറി എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഒരു വേക്കൻസിയും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് പറയാനാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. കാരണം ഇവിടെ എനിക്ക് പരിചയമുള്ളൊരു ഏജൻറ്റ് ഉണ്ട്. ആ ഏജൻറ്റ് വഴിയാണ് ഇപ്പോൾ വരാൻ പോകുന്ന വേക്കൻസിയുടെ കാര്യം ഞാൻ അറിഞ്ഞത്. ഇവിടുത്തെ കമ്പനിയിലേക്ക് വെൽഡിങ്ങും പെയിൻറ്റിങ്ങും, അതായത് ഒരു വെൽഡറിനെയും പെയിൻറ്ററിനെയുമാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഇത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ കോഴ്സ് ഏതെങ്കിലും ഈ മറ്റേ സ്പ്രേ പെയിൻറ്റിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്. എനിക്ക് കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പെയിൻറ്റിൻ്റെ കോഴ്സ് ഉണ്ട്, വെൽഡറിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ SLC കഴിഞ്ഞവർക്കാണെങ്കിലും അത്രയും തന്നെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഏജ് ലിമിറ്റ് ഉണ്ട്. അത് ഏജ് ലിമിറ്റ് എന്നല്ല, ആരോഗ്യമുള്ള ഒരാളായിരിക്കണം. ഞാനിപ്പോൾ ഈ ഒരു ഏജൻറ്റ് എന്നെ വിളിച്ചത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അയച്ച മെയിലിൽ ഞാൻ CVകളൊക്കെ ഞാൻ നോക്കി. പക്ഷെ അതിൽ ഒരു ചേട്ടൻ എനിക്ക് അയച്ചതിലുണ്ടായിരുന്നു. പുള്ളി പെയിൻറ്ററായിരുന്നു. പക്ഷേ ആ പുള്ളിക്ക് ഏജ് ഓവർ ആയിപ്പോയി. പുള്ളിക്കിപ്പോൾ 60+ ഉണ്ട്. അപ്പം നമ്മൾ ആ ചേട്ടനെ ഇവിടെ കൊണ്ടുവന്നിട്ടും ആരോഗ്യത്തിൻ്റെ പുള്ളി ഫിറ്റായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഇവിടുത്തെ കമ്പനി നോക്കുമ്പോൾ അവർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർക്ക് ഫിറ്റ് എല്ലാം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ വരെ പോയിട്ട് പിന്നെ ഒഴിവാക്കുമ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ വേറെ ഒന്നും CVകളിലൊന്നും കണ്ടില്ല, ഈ വെൽഡറും പെയിൻറ്ററിൻ്റെ ഒന്നും കണ്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിപ്പോൾ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ ഏജൻറ്റ് എന്ന് പറയുന്നത്. ഞാൻ ധൈര്യത്തോടെ ഈ വീഡിയോ ചെയ്യുന്നതും അതുകൊണ്ടാണ്. കാരണം ഇവിടെ വന്നാലും ഞാൻ ധൈര്യത്തോടെ ഇതുപോലെ ആൾക്കാരോട് ഞാൻ CV അയക്കൂ, അല്ലെങ്കിൽ ഇവിടെ വേക്കൻസി വരുമ്പോൾ പറയാമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇവിടെ വന്നാലും പെട്ടുപോവില്ല. കാരണം ഞങ്ങളിവിടെ കുറച്ച് മലയാളികൾ ഉള്ളതുകൊണ്ട് ഒരിക്കലും പെട്ടുപോവില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറി വരാം. കയറി വന്ന് ഇവിടെ ഇപ്പോൾ ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷൻ, കാരണം മനുഷ്യൻ്റെ കാര്യമാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഒരു സേഫ്റ്റി പിന്നിന് ഗ്യാരണ്ടി വേണമെങ്കിൽ നമുക്ക് പറയാം. മനുഷ്യൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വന്ന് എന്ത് സംഭവിക്കും, ഇപ്പോൾ ജോലി നമുക്ക് ഉറപ്പിച്ച് തന്നെ വരാം. പക്ഷേ വന്നു കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചാലും ഇവിടെ ഞങ്ങൾ കുറച്ച് മലയാളികൾ ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും കൂടാതെ അറ്റ്ലീസ്റ്റ് തിരിച്ചയക്കാനെങ്കിലും നമുക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ വന്ന് പെട്ടുപോകുന്ന സീനൊന്നും ഉണ്ടാവില്ല. വേക്കൻസി വന്നപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാനത് ജസ്റ്റ് ഓപ്പണായിട്ട് പറയുന്നതേ ഉള്ളൂ. കാരണം എനിക്ക് പക്ക ഈ പറഞ്ഞ പോലെ 110% എനിക്ക് നിങ്ങൾക്ക് ഇവിടെ വന്ന് ജോലി ഉണ്ടോ, നിങ്ങൾ കയ്യിൽ കുറേ കാശ് നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ വലിയ പണക്കാരാവുന്നൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ, അങ്ങനത്തെ മനസ്സുള്ളവരാണെങ്കിൽ മാത്രം വന്നാൽ മതി. കാരണം അത്രയും ജോലി ഉണ്ടാകും ഇവിടെ. ഞാനും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടും അവിടെ നിന്ന് ജോലി എടുക്കുന്നതിനേക്കാളും കാശുണ്ടാക്കാൻ ആണെങ്കിൽ ഇവിടെ കയറി വരുന്നത് തന്നെയാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ അവിടെ നിന്ന് എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് കിട്ടുന്ന ശമ്പളത്തിനൊരു പരിധിയുണ്ട്. ആക്ഷേപിക്കുന്നതല്ല, പക്ഷേ അതൊരു സത്യമാണ്. എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും അവിടെ കിട്ടുന്ന സാലറിക്ക് ഒരു പരിമിതികളുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ജോലിയാണെങ്കിലും അതിനതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്, അതിനായിട്ടുള്ള ശമ്പളമുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഈ വെൽഡിങ്ങും പെയിൻറ്റിങ്ങും ഇത് അറിയാവുന്നവരുണ്ടെങ്കിൽ അവരുടെ CV എനിക്കൊന്ന് അയയ്ക്കുക. പിന്നെ ഏജ് ലിമിറ്റ് ഉണ്ട്, അതായത് ആരോഗ്യമുള്ള ആൾക്കാരായിരിക്കണം. കാരണം ഇവിടെ വന്നിട്ട് ജോലി ചെയ്യാനുള്ള ഒരു മനസ്സും വേണം, അതുപോലെ തന്നെ ആരോഗ്യം വേണം. അപ്പോൾ ഇത് രണ്ടും. അതുപോലെ തന്നെ CV അയക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും വർക്കിൻ്റെ വീഡിയോ കൂടെ നമുക്ക് അയക്കണം. അത് എനിക്ക് അയക്കേണ്ട, എനിക്ക് CV മാത്രം അയച്ചാൽ മതി. CV അയച്ചു കഴിഞ്ഞിട്ട് അത് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ഏജൻറ്റിന് അയച്ചു കൊടുത്തേക്കാം. അവർ അത് ഓക്കെ പറയുവാണെങ്കിൽ പിന്നെ ബാക്കി നിങ്ങൾ നേരിട്ട് കോൺടാക്റ്റ്, അതായത് വീഡിയോസ് അവർക്ക് നേരിട്ട്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന വീഡിയോ അവർക്ക് നേരിട്ട് അയച്ചു കൊടുക്കണം.
കാരണം ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അവർക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഈ വെൽഡിങ്ങിൻ്റെയോ പെയിൻറ്റിങ്ങിൻ്റെയോ ഏതായാലും ശരി, അതിൻ്റെ വീഡിയോ ഒരു 5 മിനിറ്റോ 3 മിനിറ്റോ ഉള്ള വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അത് കണ്ടിട്ട് അവർ ഓക്കെ ആണെങ്കിൽ അവർ ബാക്കി പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തോളും. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒരു CV അയച്ചിട്ടേക്കുക. ആരെയും ഞാൻ ഒന്നിനും ഫോഴ്സ് ചെയ്യുന്നില്ല. ഞാൻ ഇതിന് മുന്നേ ഇട്ട വീഡിയോൻ്റെ താഴെ ഫുൾ എനിക്ക് നെഗറ്റീവ് കമൻസ് ആയിരുന്നു. കാരണം തട്ടിപ്പാണ്, പറ്റിക്കലാണ്, പെണ്ണ് പറഞ്ഞെന്ന് കരുതി നിങ്ങൾ ചാടി കയറി പുറപ്പെടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ്. ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല, താല്പര്യമുള്ളവർ മാത്രം അയച്ചാൽ മതി. പിന്നെ ഞാനിവിടെ ഞാനിതിൽ എനിക്ക് ഒരു ഗ്യാരണ്ടി എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, എന്തിനും റെഡിയാണ്, അല്ലെങ്കിൽ പണി ചെയ്യാൻ, ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി പോന്നാൽ മതി. പിന്നെ ഇതിലൊരു വേറൊരു ഗുണം, ഞാൻ കണ്ടൊരു ഗുണം എന്ന് പറയുന്നത്, നിങ്ങൾ തുടക്കത്തിൽ ഇവർ ചോദിക്കുന്ന പൈസ 20-30 എന്തോ ആണ്. അത് കഴിഞ്ഞ് വിസ കൈ കിട്ടിയിട്ട് മാത്രം ബാക്കി എമൗണ്ട് കൊടുത്താൽ മതി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ഒരു പോസിറ്റീവ് കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനും ഒരിടത്തും ഞാനത് പ്രോത്സാഹിപ്പിക്കില്ല ഒത്തിരി പൈസ കൊടുക്കുന്നത്. കാരണം എൻ്റെ കുറേ കാശ് പോയിട്ടുള്ളത് കൊണ്ട് ഒരിടത്തും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നാണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു CV അയയ്ക്കുക, അല്ലെങ്കിൽ ഒരു മെയിൽ അയയ്ക്കുക, അല്ലെങ്കിൽ ഒരു കമൻ്റ് ആയിട്ടെങ്കിലും ഒരു മെയിൽ അയച്ചിട്ട് എനിക്കൊരു കമൻ്റ് ഇട്ടാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കുന്നതായിരിക്കും. ഓക്കെ.